Hello friends. ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ജോലിനൊക്കെ പോയി. So let's go. Hello friends. So welcome back to my channel. ഇന്നൊരു സൺഡേ ആണ്. സോ എല്ലാ മലയാളികളുടെ വീട്ടിലും നിങ്ങൾക്ക് അറിയാം സൺഡേ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാവും. either ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. സോ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ബീഫാണ്. സോ ഞങ്ങൾ ഇന്ന് ബീഫ് വരട്ടിയതാണ് വെക്കാൻ പോകുന്നത്. നോർമൽ അല്ല, വറുത്തരച്ചിട്ടാണ് നമ്മൾ വരട്ടാൻ പോകുന്നത്. സോ നമുക്ക് ബീഫ് വരട്ടാം. ചേച്ചിയാണ് പ്രിപ്പയർ ചെയ്യണം. ഞാൻ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുക, തട്ടിക്കൂട്ടൽ പരിപാടീസ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. സോ ലെറ്റ്സ് ഗോ. ഞാൻ രാവിലെ തന്നെ ബീഫ് ഷോപ്പിൽ പോയി ബീഫൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 1 kg ബീഫാണ് നമ്മൾ വാങ്ങിച്ചത്. അവർ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചില പീസുകൾ. അത് കഴിഞ്ഞിട്ട് അത് നല്ല രീതിയിൽ വാഷ് ചെയ്തു. ഒരു 3-4 വട്ടം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ സവാള, ഇതൊക്കെ സൈഡായിട്ട് റെഡിയാക്കുന്നുണ്ടായിരുന്നു. കുക്കറിനോടൊപ്പം വേവിക്കാൻ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ചതച്ച ഇതാണ് ഇടുന്നത്. സോ അത് ഞാൻ റെഡിയാക്കി. കുക്കറിലാണ് നമ്മളിതിപ്പോൾ വേവിക്കാൻ വെക്കുന്നത്. കുക്കറിലല്ലാണ്ട് നമ്മൾ ചട്ടിയിലും വേവിക്കാറുണ്ട്. ചട്ടിയിൽ വേവിക്കുമ്പോൾ കുറച്ചുകൂടി സമയം എടുക്കും. നമ്മൾ എളുപ്പത്തിന് കുക്കറിലാണ് വേവിക്കാറ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ ഇടുകയാണ്. നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, അതിൻ്റെ ആ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ പ്രാവശ്യം നമ്മൾ എരിവ് ഭയങ്കരമായിട്ട് കുറച്ചാണ് വേവിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് മുളകാണ് കൂടുതൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ മുളക് പൊടി കുറച്ചിട്ട് പച്ചമുളകാണ് കുറച്ച് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തു. ഒടിച്ചാണ് നമ്മൾ ഇട്ടത്. പിന്നെ അതുപോലെ തന്നെ വേപ്പില, ഇതെല്ലാം കൂടി കൂട്ടി അതിനുശേഷം ഇനി പൊടികൾ നമുക്കിടാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ്, മുളക് പൊടി, ഇതെല്ലാം നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇപ്പോഴൊക്കെ നമുക്ക് ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് നമ്മൾ കഴിക്കാറുണ്ട്. ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇത് വെക്കാറുണ്ട്. പക്ഷേ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ശരിക്കും ഞായറാഴ്ച മാത്രമായിരുന്നു ബീഫോ ചിക്കനോ വെക്കണേ. സൺഡേ ഉണ്ടെങ്കിൽ അത് ഒട്ടുമിക്ക മലയാളികളുടെയും മിഡിൽ ക്ലാസ് ഫാമിലീസിൽ മിക്കപ്പോഴും ബീഫോ അല്ലെങ്കിൽ ചിക്കൻ എന്തെങ്കിലും ഉണ്ടാവും. പൈസ ഇല്ലെങ്കിലും ആൾക്കാർ അതിന് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അത് വാങ്ങും. അതങ്ങനെയാണ്. ഇനി ചേർത്ത ചേരുവകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ചുകൂടി എണ്ണ കൂടി ഒഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഇത് കുക്കറിൽ അടച്ച് ഒരു 6-7 വിസിൽ കേൾക്കുന്ന രീതിയിൽ, കാരണം നല്ലപോലെ വേവണം. ബീഫിന് നല്ല വേവുണ്ട്. സോ ഒരു 6-7 വിസിൽ കേൾക്കുന്ന രീതിയിൽ നമ്മൾ അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ മിഡിൽ ക്ലാസ് ഫാമിലിയിലും നമ്മുടെ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ടിന്നെന്നും പറഞ്ഞിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വീറ്റ്സിൻ്റെ ഒക്കെ ടിന്നെന്നും പറഞ്ഞിട്ട് എടുത്ത് ആരും കഴിക്കാൻ നിൽക്കരുത്. കാരണം എല്ലാവർക്കും അറിയാം അത് സ്വീറ്റ്സ് ആയിരിക്കില്ല. ഈ ഡേറ്റ്സിൻ്റെ ടിന്നിൽ പച്ചമുളകും അതുപോലെ തന്നെ മറ്റേ സ്വീറ്റ്സിൻ്റെ ടിന്നിൽ മല്ലിച്ചപ്പും വേപ്പിലയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മസാലക്കൂട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് വെറും 30 രൂപയാണ്. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നേരം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. ഈ കുക്കറിൽ നമ്മൾ തിങ്സ് എല്ലാം വെച്ച് അത് വേവിക്കാൻ വെച്ചേക്കുന്ന സമയത്ത് ഒരു 6-7 വിസിൽ കേൾക്കണം. ആ വിസിൽ കേൾക്കുന്ന സമയത്ത് നമ്മൾ തൊലി പൊളിച്ച് വെച്ചിരിക്കുന്ന സവോള അതെല്ലാം നമുക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കാം. നല്ല നീറ്റായിട്ടാണ് എൻ്റെ ചേച്ചി സവോള അരിയുന്നത് കേട്ടോ. അതായത് ഭയങ്കര നാരോ ആയിട്ടാണ് അരിയുന്നത്. സോ സവോള അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് മീൻസ് വറവൽ റെഡിയാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്കിനി അതിൻ്റെ പരിപാടികളൊക്കെ നോക്കാം. ഈ ബീഫിൻ്റെ ഒപ്പം നമ്മൾ തേങ്ങ കൊത്തിടുന്നുണ്ട്. വറുത്തരച്ചതല്ലാണ്ട് തേങ്ങാക്കൊത്ത് സെപ്പറേറ്റ്ലി അരിഞ്ഞിടുന്നുണ്ട്. സോ അതിനുള്ള തേങ്ങാക്കൊത്തുകളാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് വറുത്തരച്ചാണ് നമ്മൾ വെക്കുന്നത്. സോ ഇത് വറുത്തരച്ച് വെക്കാനായിട്ടുള്ള തേങ്ങയും ചിരണ്ടി വെക്കാം. ഇത് വറുത്തരക്കാൻ മാത്രമല്ല നമ്മൾ മോരും കൂടി കാച്ചുന്നുണ്ട്. അപ്പോൾ അതിനും കൂടി കണക്കാക്കിയാണ് തേങ്ങ എടുത്തത്. അതാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വറുത്തരക്കാനായിട്ടുള്ള തേങ്ങ മാത്രം ഒരു ചട്ടി ചൂടായതിന് ശേഷം ആ ചട്ടിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഈ വറുത്തരക്കാനുള്ള തേങ്ങ നല്ല രീതിയിൽ ചൂടായ ചട്ടിയിൽ ഇട്ടിട്ട് അത് നല്ല ബ്രൗൺ കളറാവണം. ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്യും കേട്ടോ. ഒന്ന് ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേനും അതിലേക്ക് ഒരു 4-5 സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യും. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ വഴറ്റിയിട്ട് കുറച്ച് മസാല ആഡ് ചെയ്യും. എന്നിട്ട് ഇത് നല്ല രീതിയിലൊരു ബ്രൗൺ ഷെയ്ഡായി നല്ല മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റുവാണ്. കാരണം ഇത് നമുക്ക് അരച്ചെടുക്കണം. പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലിലൊക്കെ ആയിരുന്നു അരച്ചുകൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ കാലത്ത് ആരും അരക്കില്ല. നമ്മളെല്ലാം എളുപ്പപ്പണിയുടെ ആൾക്കാരല്ലേ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഇതൊക്കെ കല്ലിലായിരുന്നു അരച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് നോയ്സാണ് ബസ്സിൻ്റെയും ഇതിൻ്റെയൊക്കെ. കാരണം എൻ്റെ ചേച്ചിയുടെ വീടെന്ന് വെച്ചാൽ തലയോലപ്പറമ്പ് ആ ഒരു ഹൈവേയുടെ മെയിൻ റോഡ് സൈഡിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഭയങ്കര നോയ്സ്.
അപ്പോൾ കുക്കറിലുള്ളത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മൂപ്പിക്കാനായിട്ടുള്ള കൂട്ട് ശരിയാക്കാം. സോ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട്, ഞങ്ങൾ എല്ലാത്തിനും കടുക് പൊതുവെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. കടുകിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വേപ്പില, മുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് കുറച്ച് സെപ്പറേറ്റ് ഒരു 2 മുളക് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയം നമ്മൾ മുളക് പൊടി കുറച്ചാണ് ഇട്ടത്. മുളക്, അതുപോലെ തന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മൂത്തതിന് ശേഷം അതിലേക്ക് പൊടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സവോള മൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പൊടിക്കുകയും ചെയ്യും കേട്ടോ. അതായത് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യും ഈ വഴറ്റണേൻ്റെ ഒപ്പം. സോ പെട്ടെന്ന് അത് വഴറ്റി കിട്ടും. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല, അപ്പോൾ ഞാനതിങ്ങനെ പറഞ്ഞേ ഉള്ളൂ. ഈ വഴറ്റിയ സവാള നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കിനും നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കുറച്ചും കൂടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് ഇതൊന്നുകൂടി നല്ല രീതിയിൽ മൂത്തതിന് ശേഷം നമ്മൾ ഓൾറെഡി ആ ഒരു വറവൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെച്ചേക്കുമായിരുന്നു ജാറിൽ. അത് ഇച്ചിരി ആറിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചത് നല്ല രീതിയിലൊരു പേസ്റ്റ് ആക്കും. അടിക്കുമ്പോൾ അതിൽ ചൂടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അത് ഓൾറെഡി ചൂടാണ്. പിന്നെ നമുക്ക് മിക്സിയിൽ അടിക്കുമ്പോൾ ഉള്ളൊരു ഹീറ്റ് കൊണ്ടിട്ടുള്ളൊരു ചൂടും ഉണ്ടാവും. സോ അതിൻ്റെ പാകം നമ്മൾ നല്ല രീതിയിൽ അരപ്പ് നോക്കിയിട്ട് അത് കുക്കറിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ബ്രൗൺ കളറാക്കി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ആഡ് ചെയ്യുക കുക്കറിലേക്ക് ഫസ്റ്റ്. എന്നിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന വറവലും അതിലേക്ക് ആഡ് ചെയ്ത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒന്നും കൂടി വേവിക്കാൻ വെക്കും. ഒരു 2 വിസിൽ കൂടി കേൾക്കാനായിട്ട് വേവിക്കാൻ വെക്കും. കാരണം ഞങ്ങൾ ബീഫ് പിന്നീട് എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഒന്നും കൂടി വേകാനായിട്ടുണ്ടായിരുന്നു. കാരണം വീട്ടിൽ പിള്ളേരും ഉള്ളത്, അവരും കഴിക്കണതാണ്. സോ ഒന്നുകൂടി നമ്മളിതിലേക്ക് വേവിച്ച് ഒരു 2 വിസിൽ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 2 വിസിൽ കേൾക്കാത്ത രീതിയിൽ ഒന്നുകൂടി വേവിച്ച് അത് പിന്നീട് വീണ്ടും ആ ഒരു ചീനച്ചട്ടിയിലെടുത്തിട്ട് പാകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വേവിച്ച സാധനങ്ങളെല്ലാം കൂട്ടിയിട്ട് ചീനച്ചട്ടിയിൽ വെച്ച് നമ്മൾ കുറച്ചും കൂടി കുരുമുളക് അതിന് മീതെ തൂകും. എരിവ് ആവശ്യത്തിനുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടി ഭയങ്കര കുറവായിട്ടത്. അപ്പോൾ കുറച്ചൊരു എരിവിനും കൂടിയിട്ട് കുരുമുളക് തൂകി നല്ല രീതിയിൽ ഒന്നുകൂടി മിക്സാക്കി എടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ സൈഡായിട്ട് നമ്മൾ മോര് ഓൾറെഡി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. സോ മോര് കാച്ചിയിൽ നമുക്ക് വറവൽ ചേർക്കണം. അതായത് ചെറുള്ളിയും മുളകും ഇച്ചിരി മുളക് പൊടിയൊക്കെ ചേർത്ത് നമ്മൾ വറവലാക്കി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന, അതായത് അരപ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന മോരിലേക്ക് അത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് എപ്പോഴും. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കേട്ടോ ഈ സൈഡിൽ റെഡിയാക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ ഇതിന് മുളക് മൂപ്പിക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. ഈ മുളക് കൂടി ഈ അരപ്പിലേക്ക് മൂപ്പിച്ചിട്ടതിന് ശേഷം മോര് കാച്ചിയതും റെഡിയാണ്. സോ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് മോര് കാച്ചിയതും അതുപോലെ തന്നെ ബീഫ് വരട്ടിയതുമാണ്. ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഏതൊരു മലയാളിയുടെ അടുത്ത് ചോദിച്ചാലും അറിയാൻ പറ്റും. സോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ അവിയൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ ലഞ്ച് നമുക്ക് മോര് കാച്ചിയതും അവിയലും അതുപോലെ തന്നെ ബീഫ് വറുത്തരച്ച റോസ്റ്റുമാണ്. അത് വരട്ടിയതെന്നും പറയും. ബീഫ് വരട്ടിയതും കൂടെയാണ് നമുക്ക് ഇന്നത്തെ ലഞ്ച്. ഈ ബീഫ് നമ്മൾ ചീനച്ചട്ടിയിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. സോ ഇത് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് മാറ്റും. ഒരു നമ്മുടെ മൺചട്ടിയില്ലേ, മൺചട്ടിയിലാണ് പൊതുവെ റെഡിയാക്കാറ്. പക്ഷേ ഞങ്ങൾ ആ ഒരു എളുപ്പത്തിന് ചീനച്ചട്ടിയിലാണ് റെഡിയാക്കിയത്. അതപ്പോൾ മൺചട്ടിയിലേക്ക് ഫുള്ള് ബീഫ് നമ്മൾ വരട്ടിയതിന് ശേഷം മാറ്റി വയ്ക്കും. സോ ഞങ്ങളുടെ ലഞ്ച് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.